നമസ്കാരം. നമ്മുടെ പവർ പ്ലാന്റിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണെന്ന്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യത്തെ ക്ലാസ്സിൽ ഫ്യൂവല്, അതിൻ്റെ ഹയർ കലോറിഫിക് വാല്യൂ, ലോവർ കലോറിഫിക് വാല്യൂ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കലോറിമീറ്റേഴ്സ്, ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ, ബോംബ് കലോറിമീറ്റർ, ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കമ്പസ്റ്റിൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. നമുക്കറിയാം കമ്പസ്റ്റിൻ ഇസ് എ പ്രോസസ് ഓഫ് ലിബറേഷൻ ഓഫ് ഹീറ്റാണ്. അപ്പോൾ ഈ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മൾ ആ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പരിശോധിച്ചിട്ട് നമുക്ക് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് എയർ റിക്വയർഡ് ഫോർ എ കംപ്ലീറ്റ് കമ്പസ്റ്റൻ, ഒരു പൂർണ്ണമായ ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ നടക്കാനായിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി എയർ സപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസ് നമ്മൾ സപ്ലൈ ചെയ്യണം. ഈ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ ദ കേസ് ഓഫ് പവർ പ്ലാന്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാൽക്കുലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ അനാലിസിസ്, അതായത് കമ്പസ്റ്റിൻ ഇക്വേഷൻസ് നമ്മൾ പരിശോധിക്കും. അപ്പോൾ ആ കമ്പസ്റ്റിൻ ഇക്വേഷൻസ് നടക്കുന്ന സമയത്ത് ഫ്യൂവലിലുള്ള ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ്, ഫ്യൂവൽസ് ആർ ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും കോമ്പൗണ്ട്സ് ആണ്. ഈ ഹൈഡ്രോ കാർബൺസ് കൺവേർഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ നമുക്കതിനെ അനലൈസ് ചെയ്യാം. ഒന്നാമത് ദാറ്റ് മീൻസ് ദ അനാലിസിസ് ബൈ മാസിൽ നമുക്ക് അനലൈസ് ചെയ്യാം. രണ്ടാമത്തെ അനാലിസിസ് എന്ന് പറയുന്നത് ബൈ വോളിയമാണ്. അപ്പോൾ ഈ 2 രീതിയിലും നമ്മൾ ഇക്വേഷൻസ്, കമ്പസ്റ്റൻ ഇക്വേഷൻ എഴുതി അതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയും അത് വെച്ചിട്ട് നമുക്ക് തിയററ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റോക്കിയോമെട്രിക് ക്വാണ്ടിറ്റി ഓഫ് എയർ, മിനിമം ക്വാണ്ടിറ്റി ഓഫ് എയർ നമുക്ക് കണ്ടുപിടിക്കാനും കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2 പ്രോബ്ലം കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ തുടക്ക ഭാഗത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പം അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ആ ലാസ്റ്റത്തെ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ സംശയങ്ങൾ തീരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രോബ്ലംസ് തനിയെ ചെയ്ത് നോക്കുക. അത്തരത്തിലുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ എംപിരിക്കൽ ഫോർമുല നമുക്ക് മനസ്സിലോർത്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും 2 വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പസ്റ്റിൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പസ്റ്റിൻ, ആസ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബേണിംഗ് എ ഫ്യൂവൽ ബൈ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദ ലിബറേഷൻ ഓഫ് ഹീറ്റ്. ഇപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഹീറ്റ് കിട്ടുന്നത്. ആസ് വി നോ ദാറ്റ് ഫ്യൂവൽസ് ആർ ഹൈഡ്രോ കാർബൺസ്. ഫ്യൂവൽസിൻ്റെ ബേസിക്കലി അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, ചില ഫ്യൂവൽസിനകത്ത് നൈട്രജൻ ഉണ്ടാവും, കാർബൺ ഉണ്ടാകും, സൾഫർ ഉണ്ടാകും, പിന്നെ കോമ്പൗണ്ട്സ് ഉണ്ടാവും. സാധാരണയായിട്ട് സൾഫർ ഡയോക്സൈഡ്, മീഥൈൻ ഒക്കെ നമ്മുടെ ഫ്യൂവൽസിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റം നമുക്ക് അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്പസ്റ്റിൻ ഈസ് എ പ്രോസസ് ഓഫ് ബേണിംഗ് ഫ്യൂവൽ ബൈ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ലിബറേറ്റിംഗ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഒരു എക്സോതെർമിക് റിയാക്ഷനാണ് നമ്മുടെ കമ്പസ്റ്റിൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇവിടെ കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ ഫ്യൂവൽ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു അനദർ ഫോം, അതായത് പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നമ്മളുടെ എലമെൻറ്റ്സ്, ബേസിക്കലി സാധാരണ ഉണ്ടാകുന്ന എലമെൻറ്റ്സും അതിൻ്റെ മോളിക്കുലർ മാസും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്, 2
വരുമ്പോഴത്തേക്ക് അതിൻ്റെ മോളിക്കുലാർ മാസ് H2ൻ്റെ മോളിക്കുലാർ മാസ് 2 ഓക്സിജൻ അറ്റോമിക് മാസ് 16 അതിൻ്റെ മോളിക്കുലാർ മാസ് 16 ഗുണം 2 2 വരുമ്പോൾ 32. നൈട്രജൻ 14 N2 വരുമ്പോഴത്തേക്ക് മോളിക്കുലാർ മാസ് 14 ഗുണം 2 28. കാർബൺ 12 മോളിക്കുലാർ മാസ് നമുക്ക് 12 തന്നെയാണ്. സൾഫർ 32 മോളിക്കുലാർ മാസ് 32. അടുത്തായിട്ട് നമ്മൾ കോമ്പൗണ്ട്സ് നമുക്ക് നോക്കാം. കാർബൺ മോണോക്സൈഡ് അൺസ്റ്റേബിൾ ആണ്. കാർബൺ ശരിക്കും നമ്മളിവിടെ നോക്കിയാൽ കാർബൺ 12 അധികം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ശരിക്കും 16. ഇത് കൂട്ടുന്നതാണ് 16ഉം 12ഉം കൂടെ കൂട്ടുന്നതാണ് 28. കാർബൺ ഡയോക്സൈഡ് കാർബൺ 12 ഓക്സിജൻ O2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 32. O2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലർ മാസ് 32 ആണ്. അപ്പോൾ 32 + 12 അതാണ് 44. അടുത്തത് H2O വാട്ടർ. H2 ഹൈഡ്രജൻ മോളിക്കുലർ മാസ് 2 ഓക്സിജൻ 16 മോണോ അറ്റോമിക് 16 16 2 18. അടുത്തത് സൾഫർ ഡയോക്സൈഡ്. സൾഫർ നമുക്കറിയാം സൾഫർ 32 ഓക്സിജൻ O2 32 32 അധികം 32 64. CH4 സി കാർബൺ 12. H4 എന്ന് പറഞ്ഞാൽ H1 ആണ്. H4 ആകുമ്പോൾ 4 12 4 16. ഇങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഈ മോളിക്കുലാർ മാസ് ഓർത്തിരുന്നാൽ നല്ലതാണ്. ഈ എലമെൻസിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ കമ്പസ്റ്റൻ ഇക്വേഷൻസിലേക്ക് പോവുകയാണ്. കമ്പസ്റ്റൻ ഇക്വേഷൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം അനാലിസിസ് ബൈ മാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് കാർബൺ മോണോക്സൈഡ് ആയി മാറുന്ന, അതായത് ഫ്യൂവലിലുള്ള കാർബൺ മോണോക്സൈഡായി മാറുന്ന റിയാക്ഷൻ ഓഫ് ചേഞ്ചിങ് കാർബൺ ഇൻറ്റു കാർബൺ മോണോക്സൈഡ്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. 2C + O2 gives 2CO. 2C + O2 gives 2CO. അപ്പോൾ ഇതിനെ നമ്മൾ മാസ്സായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ 2 × കാർബൺ 12 ഓക്സിജൻ 32 = 2 × കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ നമുക്ക് 12 ഓക്സിജൻ 16 O 16 ആണ്. അപ്പം 12 2 24 അധികം 32 = 16 28. So finally you will get 24 + 32 gives this is 56. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഈ ആദ്യത്തെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം കാർബൺ ആണല്ലോ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 24. അപ്പോൾ ഇവിടെ എത്ര വരും? 24/24 1. 32/24 gives 56/24. So again simplify 1 + പിന്നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 8 32 3 8 24 gives ഇതിനെ 7 8 56 3 3 8 24 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് 1 മീൻസ് കാർബൺ, 4/3 മീൻസ് ഓക്സിജൻ, 7/3 മീൻസ് കാർബൺ മോണോക്സൈഡ്. ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് ഇതാണ്. 1 കിലോഗ്രാം കാർബൺ 4/3 കിലോഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് 7/3 കിലോഗ്രാം കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു എന്നാണ് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ അർത്ഥം. അതായത് 1 കിലോഗ്രാം കാർബണിൽ നമ്മൾ 4/3 കിലോഗ്രാം ഓക്സിജൻ കൊടുത്താൽ 7/3 കിലോഗ്രാം കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഇനി കാർബൺ ഡയോക്സൈഡ് ആകുന്ന റിയാക്ഷൻ നമുക്ക് നോക്കാം. റിയാക്ഷൻ ഇങ്ങനെയാണ്. C + O2 gives CO2. കാർബൺ 12 ഓക്സിജൻ 32.
CO2 44 നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഡിവൈഡഡ് ബൈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12/12 1, 32/12 ഗീവ്സ് 44/12. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 8/3 എന്ന് വരും. 8/3 ഗീവ്സ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11/3 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് 1 കിലോഗ്രാം കാർബൺ, ഇവിടെയും 1 കിലോഗ്രാം കാർബൺ ആണ്. പക്ഷേ അത് 8/3 കിലോഗ്രാം ഓക്സിജനുമായിട്ട് 8/3 കിലോഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് 11/3 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 4/3യുടെ ഇരട്ടിയാണ് 8/3, ഇതിൻ്റെ ഡബിളാണ്. അപ്പോൾ 1 കിലോഗ്രാം കാർബൺ കത്തുന്നതിന് ശരിക്കും പറഞ്ഞാൽ 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ആവശ്യമാണ്. ഇനി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഓക്സിജൻ കുറവാണെങ്കിൽ കാർബൺ ഓക്സിജനായിട്ട് ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡേ ഉണ്ടാവത്തുള്ളൂ, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവത്തില്ല. കാർബൺ മോണോക്സൈഡ് ഈസ് മോർ പൊളൂട്ടൻറ്റ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പം 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ഈസ് റിക്വയർഡ്. സോ ദിസ് 8/3 ഈസ് ഇമ്പോർട്ടൻറ്റ് when producing carbon dioxide. So this 4/3 is important when CO is produced. So this is 8/3, this is for CO2. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് സൾഫർ ഡയോക്സൈഡ് ആകുന്ന പ്രോസസ്സാണ്. S+O2 gives SO2. S+O2 gives SO2. സൾഫർ 32, ഓക്സിജൻ 32, ഇത് 64. 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 + 1 ഈസ് ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് 1 കിലോഗ്രാം സൾഫർ കത്തുന്നതിന് 1 കിലോഗ്രാം ഓക്സിജൻ വേണം, വിച്ച് വിൽ പ്രൊഡ്യൂസ് 2 കിലോഗ്രാം സൾഫർ ഡയോക്സൈഡ്. 2 കിലോഗ്രാം സൾഫർ ഡയോക്സൈഡിനെ ഫോം ചെയ്യിക്കുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ബേണിംഗ് ഓഫ് ഹൈഡ്രജൻ ബേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകിൽ നമുക്ക് വാട്ടർ കിട്ടും അല്ലെങ്കിൽ സ്റ്റീം കിട്ടും. രണ്ടായാലും കോൺസ്റ്റുവൻ്റ് H2O ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാം. 2H2 + O2 gives 2H2O. 2H2 2 2 4, ഓക്സിജൻ 32 ഗീവ്സ് വാട്ടറിൻ്റെത് ശരിക്കും 18 കാരണം 18 വരുന്നത് ഇങ്ങനെയാണ്, 2 × 2 + 16, അങ്ങനെയാണ് 18 × 2 36 എന്ന് വരും. 4 + 32 ഗീവ്സ് 36 ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 + 8 ഗീവ്സ് 9. സി 1 കിലോഗ്രാം ഹൈഡ്രജൻ 8 കിലോഗ്രാം ഓക്സിജനുമായി ചേർന്ന് 9 കിലോഗ്രാം വെള്ളമുണ്ടാകുന്നു അല്ലെങ്കിൽ സ്റ്റീം ഉണ്ടാകുന്നു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് മീഥൈൻ. അടുത്ത റിയാക്ഷനാണ് ബേണിംഗ് ഓഫ് മീഥൈൻ. മീഥൈൻ ഈസ് CH4. CH4 ബേൺ ചെയ്യുന്ന CH4 + 2O2 ഗീവ്സ് 2 ബൈ പ്രോഡക്റ്റ് വരുന്നുണ്ട്. CO2 കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, വെള്ളം ഉണ്ടാകുന്നുണ്ട്. സോ ദർ ആർ 2 ബൈ പ്രോഡക്ട്സ് വെൻ ബേണിംഗ് മീഥൈൻ. സോ CH4 മീൻസ് C12 4 16, 2 ഓക്സിജൻ 32 2 64, കാർബൺ ഡയോക്സൈഡ് 44, വെള്ളം 18 2 36 ഡിവൈഡഡ് ബൈ 16. 1 + 4 ഗീവ്സ് 11/4 + 9/4. അതിൻ്റെ അർത്ഥം 1 കിലോഗ്രാം മീഥൈൻ കത്തുന്നതിന് കമ്പൈൻസ് വിത്ത് 4 കിലോഗ്രാം ഓക്സിജൻ പ്രൊഡ്യൂസസ് 11/4 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് ആൻഡ് 9/4 കിലോഗ്രാം വാട്ടർ. സോ ദിസ് ഈസ് ദി റിയാക്ഷൻ. അടുത്തത് ബേണിംഗ് ഓഫ് CO into ബേണിംഗ് ഓഫ്
CO ഇൻറ്റു CO2. കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ആകാനായിട്ടും ഓക്സിജൻ ആവശ്യമാണ്. അതിങ്ങനെയാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. 2CO + O2 gives 2CO2. 12 16 28 2 56 ഓക്സിജൻ 32 gives 2 × 44 44 88 ഡിവൈഡഡ് ബൈ 56 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 56/32 സിംപ്ലിഫൈ ചെയ്യുമ്പം 4/7 gives 11/7. അപ്പോൾ ഇത്രയും ആണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. കമ്പസ്റ്റൻ ഇക്വേഷൻസ് ബേസിക്കലി കാർബൺ മോണോക്സൈഡ് ആകാം, കാർബൺ ഡയോക്സൈഡ് ആകാം, സൾഫർ ഡയോക്സൈഡ് ആകാം. കാർബൺ മോണോക്സൈഡ് ആകുന്നതിന് 1 കിലോഗ്രാം കാർബണിന് 4/3 കിലോഗ്രാം ഓക്സിജൻ കൊടുത്താൽ 7/3 കിലോഗ്രാം കാർബൺ മോണോക്സൈഡായിട്ട് മാറും. 1 കിലോഗ്രാം കാർബണിന് 8/3 കിലോഗ്രാം ഓക്സിജൻ കൊടുത്താൽ യു വിൽ ഗെറ്റ് കാർബൺ ഡയോക്സൈഡ്. 1 കിലോഗ്രാം സൾഫർ ഉണ്ടെങ്കിൽ അതിന് 1 കിലോഗ്രാം ഓക്സിജൻ തന്നെ വേണം, വിച്ച് പ്രൊഡ്യൂസസ് 2 കിലോഗ്രാം ഓഫ് സൾഫർ ഡയോക്സൈഡ്. അത് 2 കിലോഗ്രാം ഓഫ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. അടുത്ത റിയാക്ഷൻ ഹൈഡ്രജൻ വെള്ളമായി മാറുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റീമായിട്ട് മാറുന്നതാണ്. 1 കിലോഗ്രാം ഹൈഡ്രജന് 8 കിലോഗ്രാം ഓക്സിജൻ വേണം. 1 കിലോഗ്രാം ഹൈഡ്രജന് 8 കിലോഗ്രാം ഓക്സിജൻ വേണം. ഇതെല്ലാം മാസ് ബൈ മാസ് ആണ് നമ്മൾ പറയുന്നത്, നോട്ട് ബൈ വോളിയം അല്ല. വിച്ച് പ്രൊഡ്യൂസസ് 9 കിലോഗ്രാം ഓഫ് വാട്ടർ. അടുത്ത ബേണിംഗ് ഓഫ് മീഥൈൻ CH4 ആണെങ്കിൽ 1 കിലോഗ്രാം മീഥൈൻ കത്തുന്നതിന് 4 കിലോഗ്രാം ഓക്സിജൻ വേണം. അപ്പോൾ മാസ് അനാലിസിസിൽ ഏറ്റവും കൂടുതലായിട്ട് ഓക്സിജൻ ആവശ്യമായിട്ടുള്ളത് ഹൈഡ്രജൻ വെള്ളമാവുന്ന സമയത്താണ്. സെക്കൻഡ് മീഥൈൻ ആണ്. 1 കിലോഗ്രാം മീഥൈൻ 4 കിലോഗ്രാം ഓക്സിജനോട് ചേർന്നിട്ട് ഇവിടെ നമുക്ക് 2 ബൈ പ്രോഡക്റ്റ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമാണ്. അപ്പം കറസ്പോണ്ടിംഗ്ലി യു വിൽ ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അടുത്ത ബേണിംഗ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറണമെങ്കിലും നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. അവിടെ ഇങ്ങനെയാണ്: 1 കിലോഗ്രാം കാർബൺ മോണോക്സൈഡ് വീണ്ടും 4/7 കിലോഗ്രാം ഓക്സിജൻ സപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കാർബൺ ഡയോക്സൈഡ്. ഇത് നമുക്കൊരു ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ആ ടേബിൾ നമുക്കൊന്ന് നോക്കാം. അതായത് കാർബൺ നമ്മൾ എഴുതിയ റിയാക്ഷൻ്റെ ഫൈനൽ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. സബ്സ്റ്റൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, സൾഫർ, മീഥൈൻ. ബേസിക്കലി നമുക്ക് ഇത്രയും മതി. കാർബണിൻ്റെ ഓക്സിജൻ റിക്വയർമെൻറ്റ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ മോണോക്സൈഡ് ആണെങ്കിലും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രോഡക്റ്റ്. ഹൈഡ്രജൻ ആണെങ്കിൽ വെള്ളം, സൾഫർ ആണെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ്, മീഥൈൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് വാട്ടറും ഉണ്ട്. ഇതതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ്. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻസ് ആണത്. അപ്പോൾ കാർബൺ ഓക്സിജനുമായിട്ട് ചേരുമ്പം ദാറ്റ് മീൻസ് 8/3. അപ്പോൾ കാർബണിൻ്റെ റിക്വയർമെൻറ്റ് 8/3 കിലോഗ്രാം ആണ്. ദാറ്റ് മീൻസ് 1 കിലോഗ്രാം കാർബൺ, ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ദാറ്റ് മീൻസ് 1 കിലോഗ്രാം, വിച്ച് മീൻസ് 8/3 കിലോഗ്രാം ഓക്സിജൻ, വിച്ച് മീൻസ് 11/3 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. 1 കിലോഗ്രാം കാർബൺ മോണോക്സൈഡ് 4/3 കിലോഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് 11/7 CO2 ഉണ്ടാവും. 1 കിലോഗ്രാം ഹൈഡ്രജൻ 8 കിലോഗ്രാം ഓക്സിജനോട് ചേർന്നിട്ട് 9 കിലോഗ്രാം വെള്ളം ഉണ്ടാവും. സൾഫർ 1 കിലോഗ്രാം അത് 1 കിലോഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് 2 കിലോഗ്രാം സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. 1 കിലോഗ്രാം മീഥൈൻ 4 കിലോഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് നമുക്ക് CO2 ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. ഇതുവരെ നമ്മൾ ചെയ്തത് അനാലിസിസ് ബൈ മാസ് ആണ്. അടുത്തത് അനാലിസിസ് ബൈ വോളിയം രീതിയിലുള്ള അനാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബേണിംഗ് ഓഫ് ഹൈഡ്രജൻ്റെ ബേണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം 2H2 + O2 gives 2H2O.
That means ഇവിടെ that means 2 volume hydrogen plus 1 volume oxygen gives 2 volume H2O. ഇതാണ് അതിൻ്റെ മീനിങ്. ദാറ്റ് മീൻസ് ഇനി നമ്മൾ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്താലും 1 മീറ്റർ ക്യൂബ് ഹൈഡ്രജന് 1 മീറ്റർ ക്യൂബ് so we can convert this into unit system. So divide by 2. So divide by 2 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1 വോളിയം ഹൈഡ്രജൻ പ്ലസ് ഇത് 1 വോളിയം അല്ലേ. സോ ഐ വിൽ റൈറ്റ് once again 2 വോളിയം ഹൈഡ്രജൻ പ്ലസ് 1 വോളിയം ഓക്സിജൻ gives 2 വോളിയം വാട്ടർ. ഓക്കെ, so divided by 2, so this will become 1 volume hydrogen, this will become divided by 2, this will become 1 by 2 volume oxygen, ഇവിടെയും divide by 2 എടുക്കുമ്പോൾ 1 volume water. So this is the final situation. That means മീറ്റർ ക്യൂബിൽ പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് ഹൈഡ്രജന് 1/2 മീറ്റർ ക്യൂബ് ഓക്സിജൻ വേണം, which will produce 1 മീറ്റർ ക്യൂബ് വാട്ടർ. 1 മീറ്റർ ക്യൂബ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കണം. 1 by 2 1. ദിസ് ഈസ് ബൈ വോളിയം. വോളിയമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. സോ ഫൈനലി അടുത്തത് C+O2 gives CO2. That is 1 volume of carbon plus 1 volume of oxygen gives 1 volume of CO2. That means 1 meter cube of carbon needs 1 meter cube of oxygen to produce 1 meter cube of carbon dioxide. That is the case. അടുത്തത് burning of carbon monoxide into carbon dioxide. 2 reaction ഇങ്ങനെയാണ്. 2CO plus O2 gives 2CO2. That means 2 volume of carbon monoxide plus 1 volume of oxygen gives 2 volume of carbon dioxide. അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ that is 1 divided by 2. 1 meter cube of carbon monoxide, half meter cube of oxygen to produce 1 meter cube of CO2. Next, last one is methane. Burning of methane by volumetric analysis. CH4 plus 2O2 gives CO2 plus 2H2O. That means 1 meter cube of CH4 methane plus 2 meter cube of oxygen gives 1 meter cube of carbon dioxide plus 2 meter cube of water. 2 meter cube of water. So this is also expressed in table format. Next is composition of air. When we consider air, that is oxygen by mass, it is 23.2. Normally we will take this as approximately 23% and this is 77%. Oxygen 23, exactly oxygen is 23.2. That is we will take it as, but this is by mass. അതായത് അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത് ബൈ മാസിലാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് 23%. നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജൻ 77% ആണ്. സോ ദിസ് ഈസ് ബൈ മാസ്. This we are taking for calculation purpose.
So while doing problems, this table is required. So let us see, this is by mass and this is by volume. Let us see the mass and volume. Carbon oxygen requirement is 8/3. CO carbon monoxide, അത് കത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ 4/3. ദാറ്റ് മീൻസ് 1 കിലോഗ്രാം ഓഫ് CO റിക്വയർസ് 4/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ. ഇതാണ് അതിൻ്റെ മീനിങ്. ഇതാണ് ദിസ് 1 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ റിക്വയർസ് 8 കിലോഗ്രാം ഓഫ് ഓക്സിജൻ. ഓക്കെ, 1 കിലോഗ്രാം ഓഫ് സൾഫർ റിക്വയർസ് 1 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് സൾഫർ ഡയോക്സൈഡ്. 1 kilogram of methane requires 4 kilogram of oxygen for the byproducts are carbon dioxide and water. അപ്പോൾ ഇവിടെ നമ്മൾ മിനിമം എയർ റിക്വയർഡ്, ഇപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ നമുക്ക് പലപ്പോഴും നമ്മളിപ്പം എയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 കിലോഗ്രാം സപ്പോസ് വി ഹാവ് 3 കിലോഗ്രാം ഓഫ് കാർബൺ, 3 കിലോഗ്രാം ഓഫ് കാർബൺ ഉണ്ട്. ഈ കാർബൺ കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് അതിൻ്റെ ഇക്വേഷൻ, 3 × 8/3. അതായത് 1 കിലോഗ്രാം കാർബണിന് 8/3 കിലോഗ്രാം ഓക്സിജൻ വേണം. ഇത് വെട്ടുമ്പോഴത്തേക്ക് 8 കിലോഗ്രാം ഓക്സിജൻ എന്ന് കിട്ടും. അപ്പോൾ ഈ 3 കിലോഗ്രാം കാർബൺ നമുക്ക് കത്താനായിട്ട് 8 കിലോഗ്രാം ഓക്സിജൻ വേണം. ഈ 8 കിലോഗ്രാം ഓക്സിജൻ ഓക്സിജനായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല, നമുക്കുള്ളത് എയറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 8 കിലോഗ്രാം ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര കിലോഗ്രാം എയർ സപ്ലൈ ചെയ്യണം? ദാറ്റ് ഈസ് വാട്ട് അവർ ക്വസ്റ്റ്യൻ. സോ മിനിമം എയർ റിക്വയർഡ് ആണ്. സോ ദാറ്റ് in that case we can, this is A into 100/23. This 23 means ഓക്സിജൻ്റെ മാസ് കോമ്പോസിഷൻ ആണ്, പെർസെൻറ്റേജ് ആണ് 23. അപ്പോൾ ഇവിടെ so this minimum air required is 8/3 into 100/23. Suppose we have 2 kilogram into 2, 3 kilogram into 3, 10 kilogram കാർബൺ ഉണ്ടെങ്കിൽ ഇവിടെ into 10 അടിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 4/3 into 100/23. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 11.6 ആയിരിക്കും. വാല്യൂ നമുക്കത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 8 ആണെങ്കിൽ 8 into 100, 8 മീൻസ് ഹൈഡ്രജൻ കത്താൻ ആവശ്യമായിട്ടുള്ള 8 into 100/23. സിമിലർലി വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് 1 into 100/23. ഇതേപോലെ നമുക്ക് ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദിസ് ഈസ് ബൈ വോളിയം. നമ്മൾ വോളിയത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വോളിയത്തിൽ വരുമ്പോൾ നമുക്ക് അതാണ്ട് ഓക്സിജൻ്റെ അളവ് 21 ആണ്. അപ്പോൾ അതാണ് 100/21. ഇത് എത്രയാണ്? കാർബൺ ആണെങ്കിൽ 1 into 100/21. ഓക്കെ, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് 2 കിലോഗ്രാം ആണെങ്കിൽ ഇൻറ്റു 2 എടുത്താൽ മതി. 3 കിലോഗ്രാം ആണെങ്കിൽ ഇൻറ്റു 3 എടുത്താൽ മതി. അപ്പോൾ എത്ര കാർബണിൻ്റെ പെർസെൻറ്റേജ് എത്ര ഉണ്ടോ അത് എടുത്താൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കിത് ക്ലിയർ ആവും. അടുത്തത് ഹാഫ് ആണെങ്കിൽ 1/2 into 100/21. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വി വിൽ സീ എ പ്രോബ്ലം. സോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1 കിലോഗ്രാം കാർബണിന് 8/3 കിലോഗ്രാം ഓക്സിജൻ വേണം. സോ കാർബണിൻ്റെ ഓക്സിജൻ റിക്വയർമെൻറ്റ് 8/3 ആണ്. CO ആണെങ്കിൽ 4/3 ആണ്, അത് ഓർത്തിരിക്കണം. ഹൈഡ്രജൻ ആണെങ്കിൽ 8 കിലോഗ്രാം ആണ്. സൾഫർ ആണെങ്കിൽ 1 കിലോഗ്രാം. മീഥേൻ ആണെങ്കിൽ 4 കിലോഗ്രാം. ഓൾ ദീസ് ആർ ഫോർ 1 കിലോഗ്രാം. ഇഫ് ഇറ്റ് ഈസ് n കിലോഗ്രാം ഇൻറ്റു n മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള. ഇവിടുത്തെ കേസിൽ ഇതുപോലെ തന്നെയാണ്, ഞാൻ എഴുതിയിട്ടില്ലെങ്കിലും 1 into 100/21. സോ ഓൺ സിംപ്ലിഫൈയിങ് യു വിൽ ഗെറ്റ് എ വാല്യൂ that is approximately 4.76. This is 2.38. ഇപ്പോൾ ഈ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു 5 കിലോഗ്രാം ഉണ്ടെങ്കിൽ ഇൻറ്റു 5 എടുത്താൽ മതി. 5 കിലോഗ്രാം കാർബൺ ഉള്ള ഒരു ഫ്യൂവൽ കത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ എയറിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
അടുത്തതായിട്ട് നമുക്ക് ലെറ്റ് us see a problem. A fuel consists of 72% carbon, 20% hydrogen and 8% oxygen by mass. So the analysis is by mass analysis. Determine the stoichiometric quantity of air required. Stoichiometric means it is a theoretical quantity. Stoichiometric എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ theoretical quantity of air required for complete combustion of 1 kilogram of this fuel. ഈ ഫ്യൂവൽ 1 കിലോഗ്രാം ഫ്യൂവൽ കത്തുമ്പോൾ നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് എത്ര കിലോഗ്രാം എയർ സപ്ലൈ ചെയ്യണം, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ടാബുലാർ കോളത്തിൽ നിന്ന് നമ്മൾ മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ കാർബൺ 8/3, ഇവിടെ നമുക്ക് കാർബൺ ഉണ്ട്, കാർബൺ 8/3. അടുത്തത് പിന്നെ നമുക്കുള്ളത് ഹൈഡ്രജനാണ്, ഹൈഡ്രജൻ 8. ഈ രണ്ടും ആണ് ഇതിനകത്തുള്ളത്. ബാക്കിയുള്ള ഫ്യൂവൽസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അതിനെ നമ്മൾ എടുത്താൽ മതിയാകും. ഇപ്പം കാർബൺ കത്താനായിട്ട് ഇപ്പോൾ കാർബൺ ഉണ്ടെന്നുള്ളതെങ്കിൽ നമ്മൾ 8/3 എടുക്കണം. കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ 4/3 എടുക്കണം. ആ വാല്യൂസ് സപ്പോസ് ഈ ഫ്യൂവലിനകത്ത് ശരിക്കും പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. സപ്പോസ് എ ഫ്യൂവൽ കൺസിസ്റ്റിംഗ് ഓൾ ദിസ് കോമ്പോസിഷൻ, ദെൻ വി ഹാവ് ടു ടേക്ക് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്: C into 8/3 plus 4/3 CO plus 8H2 plus 1S plus 4CH4. ഇതാണ് നമ്മൾ എടുക്കേണ്ട. അതുകൊണ്ട് ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കണം. കാർബണിന് വേണ്ടുന്ന ഓക്സിജൻ്റെ അളവ്, കാർബൺ മോണോക്സൈഡിന് വേണ്ടുന്ന ഓക്സിജൻ്റെ അളവ്, ഹൈഡ്രജന് വേണ്ടുന്ന ഓക്സിജൻ്റെ അളവ്, സൾഫറിന് വേണ്ടുന്ന ഓക്സിജൻ്റെ അളവ്, മീഥേന് വേണ്ടുന്ന ഓക്സിജൻ്റെ അളവ്. ഈ അളവ് പിന്നെ സപ്പോസ് ഈ ഫ്യൂവലിനകത്ത് ചിലപ്പോൾ ഓക്സിജൻ ഉണ്ടാവും, അപ്പോൾ ആ ഓക്സിജൻ കുറയ്ക്കണം. കാരണം അത് നമ്മൾ വീണ്ടും സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക്, പക്ഷേ നമ്മുടെ ഫ്യൂവലിനകത്ത് എന്തില്ല, ബാക്കി CO ഇല്ല, അപ്പോൾ CO ഒഴിവാക്കി. സൾഫർ ഇല്ല, സൾഫർ ഒഴിവാക്കി. മീഥൈൻ ഇല്ല, മീഥൈൻ ഒഴിവാക്കി. ബാക്കിയാണ് ഇത് C into 8/3, 8 into H2 മൈനസ് ഓക്സിജൻ. കാരണം നമ്മളിപ്പോൾ 8% ഓക്സിജനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം. ഇൻറ്റു 100/23. ഇത് എയർ, മിനിമം എയർ റിക്വയർഡ് കണ്ടുപിടിക്കാനാണ്. സോ ദാറ്റ് ഈസ്, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇതിനകത്ത് എടുത്തെഴുതാം. ഹിയർ 72% കാർബൺ. അപ്പോൾ കാർബൺ ഈസ് ഈക്വൽ ടു 72% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.72 എന്നാണ്. 72 കിലോ, ഇതിൻ്റെ കറക്റ്റ് മീനിങ് ഇതാണ്, 0.72 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സോ വെൻ യു ടേക്ക് 1 kilogram ഓഫ് ഫ്യൂവൽ, ഇൻ ദാറ്റ് ഫ്യൂവൽ 0.72 kilogram ഓഫ് കാർബൺ ഈസ് പ്രസൻറ്റ്. അടുത്തത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ കോമ്പോസിഷൻ 20% ആണ്. സോ വി വിൽ റൈറ്റ് 0.20. ദാറ്റ് മീൻസ് 0.20 kilogram പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ. എന്ന് പറഞ്ഞാൽ എന്താണ്, 1 kilogram ഫ്യൂവലിൽ 0.2 kilogram ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. സിമിലർലി നമ്മൾ ഓക്സിജനും പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്സിജൻ ഈസ് ഓൾസോ 8%. 8% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.08 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ. 1 kilogram ഫ്യൂവലിൽ 0.08 കിലോഗ്രാം ഓക്സിജൻ ഉണ്ട്. അതിൻ്റെ ബാക്കി നമ്മൾ പുറത്തുനിന്ന് സപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. സി എത്രയാണ്, 0.72. ഈ വാല്യൂ ഇവിടെ കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, തിയറിറ്റിക്കലി ദ വാല്യൂ ഓഫ് എയർ റിക്വയർഡ്, മിനിമം എയർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു 0.72. കാർബൺ 0.72 ഇൻറ്റു 8/3. ഓക്കെ, പ്ലസ് 8 ഇൻറ്റു H2 എത്രയാണ്, 0.20 മൈനസ് ഓക്സിജൻ എത്രയാണ്, 0.08 മൾട്ടിപ്ലൈഡ് ബൈ 100/23. On simplifying this, you will get
a value, on simplifying you will get a value approximately 15 kilogram per kilogram of fuel. That means this has a physical meaning. 1 കിലോഗ്രാം ഫ്യൂവൽ കത്താനായിട്ട് 15 കിലോഗ്രാം എയർ സപ്ലൈ ചെയ്യണം. 15 kilogram of air should be supplied with each 1 kilogram fuel. ഓരോ കിലോഗ്രാം ഫ്യൂവലിൻ്റെ കൂടെയും 15 കിലോഗ്രാം എയർ നമ്മൾ സപ്ലൈ ചെയ്യണം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ മിനിമം എയർ റിക്വയർഡ്. C into 8/3, CO into 4/3, 8H2, 1S plus 4CH4. ഈ വാല്യൂസ് ഓർത്തിരിക്കുക. 8/3, 4/3, 8, 1, 4. 8/3 4 കാർബൺ, 4/3 4 CO, 8 4 ഹൈഡ്രജൻ, 1 4 സൾഫർ, 4 4 മീഥൈൻ. ഇത് ഇത്രയും ആഡ് ചെയ്യുക -O2. എന്നിട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് പ്രോബ്ലമാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അടുത്തത് ദ അനാലിസിസ് ബൈ വോളിയം ഓഫ് എ പ്രൊഡ്യൂസർ ഗ്യാസ് ആസ് ഫോളോസ്. ഒരു പ്രൊഡ്യൂസർ ഗ്യാസിൻ്റെ അനാലിസിസ് ബൈ മാസ് അനാലിസിസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഹൈഡ്രജൻ 14%, മീഥൈൻ 2%, കാർബൺ മോണോക്സൈഡ് 22%, കാർബൺ ഡയോക്സൈഡ് ഈസ് 5%, ഓക്സിജൻ ഈസ് 2%, നൈട്രജൻ ഈസ് 55%. Find minimum air required for complete combustion of 1 meter cube of gas. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിന് ദിസ് ഈസ് ബൈ വോളിയം അനാലിസിസ് ആണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. 1C plus half CO plus half H2 plus 1S plus 2CH4 minus O2. From where we get this equation? This equation also we have learned that കാർബൺ കത്തുന്നതിന് 1 വോളിയം വേണം, കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ ഹാഫ് വോളിയം വേണം, ഹൈഡ്രജന് ഹാഫ് വോളിയം വേണം, സൾഫറിന് 1 വോളിയം വേണം, മീഥൈൻ ആണെങ്കിൽ 2 വോളിയം വേണം. സോ കാർബണിന് 1 വോളിയം, കാർബൺ മോണോക്സൈഡിന് ഹാഫ് വോളിയം, ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഹാഫ് വോളിയം, സൾഫറിന് 1 വോളിയം, CH4 മീഥൈൻ ആണെങ്കിൽ ദാറ്റ് ഈസ് 2 വോളിയം. ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഹൈഡ്രജനുണ്ട്, അതാണ്ട് ഹൈഡ്രജനുണ്ട്. പിന്നീട് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് CH4 ഉണ്ട്, ബാക്കിയൊന്നുമില്ല. ബാക്കി നമുക്ക് സൾഫർ കൊടുത്തിട്ടില്ല. ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ ഈസ് ഓൾസോ ദെയർ. സൾഫർ ഇല്ല. ഇതിൽ കാർബണിൻ്റെ അളവ് കൊടുത്തിട്ടില്ല. നൈട്രജൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നൈട്രജൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നൈട്രജൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർമുല. വോളിയം അനാലിസിസ് ആയതുകൊണ്ടാണ് ഇൻറ്റു 100/21 വന്നിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ഹൈഡ്രജൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 14%. സോ ഇറ്റ് ഈസ് 0.14. CH4 മീഥൈൻ 2% മീൻസ് 0.02. കാർബൺ മോണോക്സൈഡ് 22 0.22. കാർബൺ ഡയോക്സൈഡ് 5% 0.05. ഓക്സിജൻ 2% 0.02. റിമൈനിങ് തിങ്സ് not required. So that is equal to half CO. So that is equal to half into CO 0.22 plus half H2 0.14 plus 2 into CH4 0.02 minus O2 0.02.
0.02 ഇൻറ്റു 100/21. ഹാഫ് സിയുടെ കോമ്പോസിഷനാണ് 0.22. ഹാഫ് H2ൻ്റെ കോമ്പോസിഷനാണ് 0.14. അടുത്തത് 2CH4ൻ്റെ കോമ്പോസിഷനാണ് 0.02 മൈനസ് O2 ഓക്സിജൻ 0.02 ആണ്. 0.02. ഓൺ സിംപ്ലിഫൈയിങ് you will get a value that is 0.07 plus 0.04 plus 0.11 minus 0.02 into 100/21. So finally you will get 0.952 meter cube of fuel. That means this is the final answer. That means 0.952 meter cube of air by volume is required for combustion of 1 meter cube of fuel. 1 meter cube ഫ്യൂവൽ കത്താനായിട്ട് 0.952 മീറ്റർ ക്യൂബ് എയർ നമ്മൾ സപ്ലൈ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ആൻസർ.